ഇപ്പോൾ ഇന്നലെ വോട്ടിംഗ് ഒക്കെ നടന്നല്ലോ. ഒപ്പം തന്നെ ഈ പാർട്ടി കോൺഗ്രസിന്റെ ഇതുവരെയുള്ള ദിവസങ്ങളിലും മാധ്യമങ്ങളുടെ സമീപനം, ആദ്യ ദിവസം മുതൽ ജനറൽ സെക്രട്ടറിയുടെ പേരിൽ മാത്രം കറങ്ങിക്കൊണ്ട് കുറേ പേരുകൾ മുന്നോട്ട് വെച്ചുള്ള ഊഹാപോഹങ്ങൾ മാത്രമായിരുന്നു. പിന്നീട് വോട്ടിംഗ് നടക്കുമ്പോൾ പാർട്ടിയിൽ വീണ്ടും ഇതാ വിഭാഗീയത തലപൊക്കുന്നു, അവിടെ വോട്ടിംഗ് വേണ്ടി വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റൊരു തലത്തിലേക്ക് അതിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ സമീപനങ്ങളെക്കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളതെന്നാണ്. അല്ല, ഇതിനകത്ത് വോട്ടിംഗ് എന്ന് പറഞ്ഞാൽ അത് CPIM അംഗീകരിച്ചതാണ്. അതായത് പാർട്ടി കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അതെല്ലാം ഈ വളരെ വിശാലമായ ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. ഉൾപാർട്ടി ജനാധിപത്യം, അത് ഏറ്റവും താഴെത്തട്ടിലെ ബ്രാഞ്ച് മുതൽ പാർട്ടി കോൺഗ്രസ് വരെ CPIM പിന്തുടരുന്നതാണ്. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പ്രതിനിധി മത്സരിക്കാനായി രംഗത്ത് വരുന്ന ഘട്ടത്തിൽ എല്ലാവർക്കും അറിയുന്നത് ഒരിക്കലും തന്നെ ജയിക്കാൻ പോകുന്നില്ല എന്നറിയാം. പക്ഷേ ഈ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ മൂല്യം എന്താണെന്ന് മത്സരിക്കാൻ തയ്യാറായ ആ സഖാവിനെയും ബോധ്യപ്പെടുത്തണം, എല്ലാവരെയും ബോധ്യപ്പെടുത്തണം, ഈ പറയുന്ന മാധ്യമങ്ങളെയും ബോധ്യപ്പെടുത്തണം. ഇതിൻ്റെ വിഷയം എന്തെന്നാൽ ഒരു വശത്ത് ഇവർ പറയും ഇതിനകത്ത് ചില ആൾക്കാരുടെ ഏകാധിപത്യമാണെന്ന് പറയുന്നു, ഇതിനകത്ത് ചില ആൾക്കാരുടെ ഏകാധിപത്യം, ചില വ്യക്തികൾ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നു എന്ന് ഒരു വശത്ത് പറയുന്നു. അതേ സമയത്ത് ഇവിടെ ജനാധിപത്യ പ്രക്രിയ നടന്നാൽ പറയുന്നു അയ്യോ അതിനകത്ത് വലിയ ഭിന്നത, പൊട്ടിത്തെറി, ആ രീതിയിൽ പറയുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാധ്യമങ്ങൾ ഒരു കാലത്തും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സഹായിച്ചിട്ടേയില്ല. അതിൻ്റെ കാരണം എന്നാൽ അവർക്ക് രാഷ്ട്രീയമുണ്ട്, അതിന് പിറകിൽ ഇപ്പോൾ പിന്നെ ഏറെക്കുറെ എനിക്ക് തോന്നുന്നത് കരളിയെപ്പോലുള്ള കുറച്ച് സ്ഥാപനങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തന്നെ സംഘപരിവാറിൻ്റെ സംഘപരിവാറിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. അതുമല്ലെങ്കിൽ അവരുടെ A ടീമോ B ടീമോ C ടീമോ ഒക്കെ തന്നെയാണ്. അപ്പോൾ ആ ഒരു കടമയാണ് അവർ നിറവേറ്റുന്നത്. കാരണം ഈ BJP എല്ലാം സംഘപരിവാറും BJPയും ഏറ്റവും അധികം ഭയക്കുന്നത് ഈ ഇടതുപക്ഷത്തെയും കമ്മ്യൂണിസ്റ്റുകാരെയുമാണ്. കാരണം എപ്പോൾ വേണമെങ്കിലും ഇന്ത്യയും ഒരു ശ്രീലങ്കയായി മാറാം. അപ്പോൾ ആ ഒരു ആശങ്കയാണ് ഇതിലെല്ലാം നമുക്ക് കാണുന്നത്. ആ ആശങ്ക ഏറ്റവും പ്രകടമാവുന്നത് മാധ്യമങ്ങളിലാണ്. അതാണ് അതിൻ്റെ യഥാർത്ഥ കാരണം. അതാണ്